അവയവ കച്ചവട മനുഷ്യക്കടത്ത് സംഘം ഇറാനിലേക്ക് കടത്തിയത് 50-ലധികം പേരെയെന്ന് സൂചന. വിശദമായ അന്വേഷണത്തിൽ ഇത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. ഇരകളും സ്വീകർത്താക്കളുമായി അവയവ കച്ചവടത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് 40 പേരാണെന്നാണ് പോലീസിന് ഇതുവരെ ലഭിച്ച വിവരം. വല്ലം രാമപ്രസാദ് ഗോണ്ടയുടെ വിശദമായ ചോദ്യം ചെയ്യൽ തുടരുമ്പോഴാണ് കൂടുതൽ പേർ ഇരകളായിട്ടുണ്ടെന്നും ഇറാനിലെത്തി വൃക്ക കരൾദാനം നടത്തിയിട്ടുണ്ടെന്നുമുള്ള സൂചനകൾ ലഭിക്കുന്നത്. താൻ ഇരകളാക്കിയവരെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ ചോദ്യം ചെയ്യലിലും ഹൈദരാബാദിൽ പിടിയിലായ വല്ലം രാമപ്രസാദ് ഗോണ്ട നൽകുന്നില്ല. എന്നാൽ ആദ്യം അറസ്റ്റിലായ സാബിത് നാസർ പറഞ്ഞതിലധികം പേരെ താനും സാബിത്തും ഉൾപ്പെട്ട സംഘം വിദേശത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് മൊഴി. 60 ലക്ഷം രൂപയാണ് ഓരോ അവയവ കച്ചവടത്തിനും ഏജന്റിന് ലഭിച്ചിരുന്നത്. ഇതിൽ 6 ലക്ഷം മാത്രമാണ് ഇരകൾക്ക് നൽകിയിരുന്നത്. ആന്ധ്ര, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഇരകളിൽ കൂടുതലും. തന്നെ ഇറാനിലേക്ക് അയച്ചത് വല്ലം രാമപ്രസാദ് ഗോണ്ടയാണെന്നും ഇരയായ ഷമീർ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഏപ്രിൽ ടെഹ്റാനിലെത്തി 20 ദിവസം തങ്ങിയ ഷമീർ സർജറിക്ക് ശേഷം മെയ്യിലായിരുന്നു തിരിച്ചെത്തിയത്. ഷമീറിനെ മാപ്പുസാക്ഷിയാക്കുന്നതിനൊപ്പം മുഴുവൻ ഇരകളിൽ നിന്നും മൊഴിയെടുക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത്. ജനം, കൊച്ചി.